ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ എല്ലാവരും സേഫായിട്ടിരിക്കല്ലേ? മഴയൊക്കെ കുറഞ്ഞില്ലേ ഇപ്പോൾ? ഇവിടെയൊക്കെ നന്നായിട്ട് മഴ കുറഞ്ഞു. അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം റോഡിൽ കയറാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊക്കെ നന്നായിട്ട് താഴ്ന്നിട്ടുണ്ട്. ഇന്നപ്പം മുഹറം 10-ൻ്റെ നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അച്ചൊഴികെ എല്ലാവരും വീട്ടിൽ നോമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മന്തിയൊക്കെ ആയിരുന്നല്ലോ. ഇന്ന് വിചാരിച്ചു പത്തിരിയും മീൻകറി ആക്കാമെന്ന്. പിന്നെ അനീഫ്ക്കാക്കൊക്കെ 2 ദിവസമൊക്കെ അടുപ്പിച്ച് ചിക്കൻ കഴിച്ചാൽ പിന്നെ മീൻ മതിയെന്ന് അറിയാം കേട്ടോ. വലിയൊരു താല്പര്യമില്ല ചിക്കനൊന്നും. പിന്നെ മക്കളെ ആഗ്രഹം വിചാരിച്ചിട്ടാണ് അധികം ചിക്കൻ വാങ്ങിക്കുന്നത്. അവർക്ക് എല്ലാ മീനൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടാത്ത മീനാണെങ്കിൽ പിന്നെ ചിക്കൻ വാങ്ങിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നിപ്പം അയല മുളകിടാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പത്തിരിപ്പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഈ പത്തിരിപ്പൊടി വാട്ടുന്നതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ, മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല. കാരണം പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ വാട്ടി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മീനൊന്ന് മുളകിട്ടെടുക്കാം. നല്ലൊരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ. നമുക്ക് എന്തിനും കോമ്പിനേഷനായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മീൻ കറിയാണ്. പിന്നെ അതേപോലെ ഇവിടെ ചോറിനേക്ക് ആർക്കും മീൻ കറി ഒന്നും ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് മീൻ കറി ഇഷ്ടമാണ്. അതെന്തായാലും കുഴപ്പമില്ല. പത്തിരിയോ പുട്ടോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു. പിന്നെ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തുടങ്ങിയതിന് ശേഷം വേണം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണേ. ഇതിൽ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാരണം ഇവിടെ ആർക്കും അധികം എരിവ് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഏകദേശം 2 കിലോ കാശ്മീരി മുളക് എടുക്കുമ്പോൾ അതിലേക്ക് 1/2 കിലോ മാത്രമേ എരിവുള്ള മുളക് ചേർക്കാറുള്ളൂ പൊടിക്കുന്ന സമയത്ത്. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാവരും നോമ്പെടുത്താൽ പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനൊരു ഇഷ്ടമാണല്ലോ. ഞാനും അനീഫ്ക്കായും മാത്രമാണ് നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുകയാണ് ചെയ്യുക. പക്ഷേ മക്കളും കൂടെ നോമ്പെടുത്തുകൊണ്ട് തന്നെ പിന്നെ എല്ലാം ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണേ. നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാൻ വളരെ കുറച്ച് പുളിയെ ചേർത്തിട്ടുള്ളൂ. കാരണം അത്യാവശ്യം നല്ല പഴുത്ത 3 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആവശ്യത്തിന് പുളി ഉണ്ടാവും. എന്നാലും പിന്നെ കുറച്ചൊരു പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും കേട്ടോ. കാരണം ചൂടുള്ള വെള്ളമല്ലേ. ഈ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് പോയിട്ട് പൊടിയൊക്കെ കുഴച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അധികം ചൂടാറി പോകരുത്. അപ്പോൾ നമ്മൾ കുഴച്ചാൽ പത്തിരി നന്നായി കിട്ടൂല. ജസ്റ്റ് ഒന്ന് ചൂടാറിയപ്പോൾ തന്നെ ഞാൻ പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. ആ സമയം കൊണ്ട് പത്തിരി പരത്തിയിട്ട് അതും ചുടുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാ പണികളും എങ്ങനെയാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്ത് തീർക്കും. ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നിന് അതിന് വേണ്ടിയിട്ട് നിൽക്കൂല കേട്ടോ. ഒരു പണീൻ്റെ ഇടയിൽ തന്നെ അടുത്ത പണി അങ്ങനെ പെട്ടെന്ന് തീർക്കുകയാണ് ചെയ്യുക. അയലമീൻ കറിയിലിടുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് 2 കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അനീഫ്ക്കാക്ക് മാത്രം പൊരിക്കാൻ വേണ്ടിയിട്ട്. കാരണം മക്കൾക്ക് ചിക്കൻ പൊരിക്കാനുണ്ട്. അതുകൊണ്ട് അവർക്ക് ചിക്കൻ മതി എന്ന് പറഞ്ഞു. പിന്നെ അനീഫ്ക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ മീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബ്രോസ്റ്റിൻ്റെ ബാക്കി ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതാണ് കേട്ടോ മക്കൾക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അവർക്ക് മീൻ കറി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചാറ് മാത്രമായിട്ടോ കഴിക്കുള്ളൂ, മീനൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഇനിയിപ്പം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കാരണം നമ്മൾ ബ്രോസ്റ്റ് ആക്കിയിട്ടായിരുന്നല്ലോ ഇന്നലെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ബാക്കി ഉണ്ടായ സമയത്ത് തന്നെ അത് ഒന്ന് നമ്മുടെ മൈദയും കോൺഫ്ലവറൊക്കെ ഉള്ള മിക്സിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ചിക്കന്. കാരണം ഇന്നലെ മുതൽ നമ്മൾ ബട്ടർ മിൽക്കിൽ ഇട്ട് വെച്ച ചിക്കൻ ആയിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കൾക്ക് പിന്നെ ഇതൊക്കെ ആകുമ്പോൾ പിന്നെ കൂടുതൽ കറിയൊന്നും വേണ്ടി വരില്ല. ഇത് മാത്രം കൂട്ടി കഴിച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ പാലുവാഴക്ക ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി. എല്ലാം കൂടെ ഒന്നും ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം വീഡിയോ എടുക്കലും കുക്കിങ്ങും ഒക്കെ കൂടെ ആയപ്പോൾ പിന്നെ നമുക്ക് നോമ്പ് റെഡി ആവും വേണ്ടേ. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാൻ ടൈം ആയപ്പോഴേക്ക് മക്കൾ ഇതൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. ടേബിളിലൊക്കെ കൊണ്ടുവന്ന് വെക്കുക അവരെല്ലാവരും കൂടെയാണ്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പൊക്കെ തുറക്കട്ടെ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല.
അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും വീഡിയോ എടുത്തിട്ടുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.